മക്കളെ വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. Show that the relation R in the set R of real numbers defined as R equal to AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive. Reflexive അല്ല, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളത് തെളിയിക്കാനാണ്. റിയൽ നമ്പറിലാണ് നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടീഷൻ ഇതാണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. അഥവാ ഫസ്റ്റത്തത് രണ്ടാമത്തേൻ്റെ സ്ക്വയറിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് സച്ച് ദാറ്റ് ആർ ഈക്വൽ ടു എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഫസ്റ്റത്തത് പറയുന്നത് എ ബിലോങ്സ് ടു ആർ, അതാണ് റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ. എ ബിലോങ്സ് ടു ആർ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആവണം. ഫസ്റ്റത്തത് രണ്ടാമത്തേൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആവണം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാവണം. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് എടുത്തേ. ഞാൻ ആദ്യം എടുത്തത് 1 ആണ്. അപ്പോൾ എ സ്ക്വയർ കണ്ടു, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓക്കെ ആണ്. 2 എടുത്തു, 2ൻ്റെ സ്ക്വയർ 4 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അതും ഓക്കെ ആണ്. പക്ഷേ ഇത് രണ്ടും കാണുമ്പോൾ നിങ്ങൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും എസ് കിട്ടുള്ളൂ. ഇതൊരു റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 1/2 എന്ന് പറയുന്നൊരു നമ്പർ എടുക്കുക. 1/2ൻ്റെ സ്ക്വയർ എന്താ? 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. 1/2 ആണോ 1/4 ആണോ വലുത്? 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. അരയാണോ കാലാണോ വലുത്? അരയാണ് വലുത്. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ നേരെ തിരിഞ്ഞ് കണ്ടോ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആയി. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയില്ലേ? അപ്പം നോ എന്ന് കിട്ടും. ഇറ്റ്സ് നോ. സോ നോട്ട് റിഫ്ലക്സീവ്. അപ്പോൾ റിഫ്ലക്സീവ് അല്ല എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് സിമ്മട്രിക്. എ ബി ബിലോങ്സ് ടു ആരാണെന്നുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. എ ബി ഉണ്ടെങ്കിൽ ആരും വേണം, ബി എയും വേണം. അപ്പോൾ എങ്ങനെ കിട്ടണം? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ഒന്നും കിട്ടണം. അങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ എ എടുത്തു, ബി എടുത്തു, എ സ്ക്വയർ എടുത്തു, ബി സ്ക്വയർ എടുത്തു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണോ ചെക്ക് ചെയ്യണം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. ഇത് രണ്ടും കണ്ടീഷൻ ഓക്കെ എന്ന് വന്നു കഴിഞ്ഞാൽ ഓക്കെ. 1ഉം 2 എടുത്തു ഞാൻ. എ സ്ക്വയർ കണ്ടു, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ബി സ്ക്വയർ കണ്ടു, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഫസ്റ്റത്തത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. എ 1 ആണ്, ബി സ്ക്വയർ 4 ആണ്. കണ്ടീഷൻ ഓക്കെയാണ്. 1 4നേക്കാൾ ചെറുതാണ്. ഇനി ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആണോ എന്നാണ് ചോദ്യം. ബി 2 ആണ്, എ സ്ക്വയർ 1 ആണ്. അപ്പോൾ 1നേക്കാൾ ചെറുതാണോ 2? അല്ല. ബി 2 ആണ്, എ സ്ക്വയർ 1 ആണ്. കണ്ടീഷൻ ട്രൂ ആണോ? 1നേക്കാൾ ചെറുതാണോ 2? അല്ല. അപ്പോൾ ഇത് സിമ്മട്രിക് ആണോ? അല്ല. 1 2 ഉണ്ട്, പക്ഷെ ആരില്ല? 2 1 ഇല്ല. സോ ദിസ് ഇസ് നോട്ട് സിമ്മട്രിക്. അപ്പോൾ റിഫ്ലക്സീവ് അല്ലാന്ന് കിട്ടി, സിമ്മട്രിക്കും അല്ലാന്ന് കിട്ടി. ഇനി ആരല്ലാന്ന് കിട്ടണം? ട്രാൻസിറ്റീവ് അല്ലാന്നും കൂടി കിട്ടണം. അതിനിതാ ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ എടുത്തു. എ ബി സി എന്ന് പറയുന്ന 3 ലെറ്റർ ആണ്. എ ബി ഉണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആവണം. ബി സി ഉണ്ടെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ ആവണം. അപ്പോൾ എ സി ഉണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ ആവണം. ഫസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ്. 1 2 3 എടുത്തു. ബി സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 ആണ്. സി സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 ആണ്. ഫസ്റ്റത്തെ കണ്ടീഷൻ എ 1 ആണ്, ബി സ്ക്വയർ 4 ആണ്. കണ്ടീഷൻ ട്രൂ ആയി. ബി 2 ആണ്, സി സ്ക്വയർ 9 ആണ്. ഇവിടെയും കണ്ടീഷൻ ഓക്കെയാണ്. എ 1 ആണ്, സി സ്ക്വയർ 9 ആണ്. ഇവിടെയും കണ്ടീഷൻ ഓക്കെയാണ്. ഇതിലും ഈ ഫസ്റ്റത്തിലൊക്കത്തിലും നമുക്ക് ഓക്കെ കിട്ടി. നമ്മൾ പല നമ്പറുകൾ എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? എനെ 2 എടുത്തു, ബീനെ -2 എടുത്തു, സീനെ -1 എടുത്തു. അഥവാ 2 -2 ഉണ്ട്. ഇങ്ങനെയാണ് കണ്ടീഷൻ വരിക കേട്ടോ. 2 -2 1, പിന്നെ -2 -1 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് വേണം? 2 -1 വേണം. ഈ ലാസ്റ്റത്തെ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ബീൻ്റെ സ്ക്വയറും സീൻ്റെ സ്ക്വയറാണ് നമുക്ക് വേണ്ടത് ചെയ്തു. ഫസ്റ്റത്തെ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. എ എത്രയാ? 2 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ബി സ്ക്വയർ എത്രയാ? 4. കണ്ടീഷൻ ട്രൂ അല്ലേ? 4നേക്കാൾ ചെറുതല്ലേ 2 ആണ്. പിന്നെ ബി എത്രയാ? -2. സി സ്ക്വയർ എത്രയാ? സി സ്ക്വയർ 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതും കണ്ടീഷൻ ഓക്കെ അല്ലേ? കണ്ടീഷൻ ഓക്കെയാണ്. ഇനി എ എത്രയാ? 2 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ എത്രയാ? 1. കണ്ടീഷൻ ഓക്കെ ആണോ? 1നേക്കാൾ ചെറുതാണോ 2?
1നേക്കാൾ ചെറുതാണോ 2? അല്ല. അപ്പോൾ ലാസ്റ്റത്തെ കണ്ടീഷൻ പാളിയത് കണ്ടോ. മുകളിൽ നമ്മൾ കുറേ എക്സാമ്പിൾസ് എടുത്തു. ആദ്യം 3 പോസിറ്റീവ് എടുത്തു, 3 നെഗറ്റീവ് എടുത്തു, പിന്നെ ഫസ്റ്റത്തത് നെഗറ്റീവും രണ്ടാമത്തെ പോസിറ്റീവും രണ്ടാമത്തെ നെഗറ്റീവ് എടുത്തു, പിന്നെ ഫസ്റ്റത്തത് പോസിറ്റീവും പിന്നെ -2 -1 എടുത്തു, 1ഉം -2 -2 എടുത്തു, പിന്നെ 2ഉം -2 -1 എടുത്തു. 2ഉം -2 -1 എടുത്തപ്പോഴാണ് നമുക്ക് റോങ് ആയിട്ട് കിട്ടി. എപ്പോഴും നിങ്ങൾ എനെ സീനെ നോക്കിയാൽ മതി. ഓക്കെ, C1ഉം A2 എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ A<= C 1 എടുത്തു കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 ആണ്. C1 എടുത്താൽ എന്താ മെച്ചം ചോദിച്ചു കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 ആണ്. A2 ആകുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയിട്ട് കിട്ടും. 2<= 1 കണ്ടീഷൻ ഫാൾസ് ആണ് അല്ലേ. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണോ? അല്ല. 2 -2 ഉണ്ട്, -2 1 ഉണ്ട്, പക്ഷെ 2 -1 ഇല്ല. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ റിഫ്ലക്സീവ് അല്ല, സിമ്മട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. The relation R is neither reflexive nor symmetric and not transitive. Okay.